എല്ലാ കവാടത്തിലൂടെയും സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? സ്വർഗത്തിലേക്ക് എല്ലാ കവാടങ്ങളിലൂടെയും വിളിക്കുന്ന ഏതെങ്കിലും വ്യക്തിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നഅം വർജു അൻ തകൂന മിൻഹും, താങ്കൾ അതിൽ പെടട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. ആരോട്? സ്വർഗത്തിലേക്ക് ഒന്നാമതായി പ്രവാചകന്റെ സമൂഹത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവാചകനിൽ പുരുഷന്മാരിൽ ആദ്യമായി വിശ്വസിക്കുകയും പ്രവാചകന്റെ കൂടെ ഹിജ്റ പോവുകയും ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാ മേഖലകളിലും പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ട പത്നിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പ്രവാചകർക്ക് വിവാഹം ചെയ്തു കൊടുത്ത പ്രവാചകന്റെ കാലശേഷം ഇസ്ലാമിന്റെ ഖലീഫയായി കടന്നു വന്ന അബൂബക്കറിന്റെ ഈമാൻ ഒരു തുലാസിലും, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെ ഈമാൻ മറ്റേ തുലാസിലും വെച്ചാൽ അബൂബക്കറിന്റെ ഈമാനായിരിക്കും കനം തൂങ്ങുക എന്ന് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെയുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവരുടെയൊക്കെ ജീവിതത്തിൽ നിഫാഖ് കടന്നു വരുന്നതിനെ വളരെയധികം ഭയപ്പെടുകയും പേടിക്കുകയും ചെയ്തിരുന്നു. അവരുടെ ജീവിതത്തിൽ സ്വർഗമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞുവെങ്കിൽ പോലും അവർക്ക് ഭയമായിരുന്നു. ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ എന്ന ഭയം അവർക്കുണ്ടായിരുന്നു. നമ്മളോ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഏതെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോഴേക്ക് പഠിക്കുമ്പോഴേക്ക് എല്ലാം തികഞ്ഞു, എല്ലാം അറിഞ്ഞു, ഇനിയോ പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും കുറ്റങ്ങളും കുറവുകളും എല്ലാം വിളിച്ചു പറയാം എന്ന രീതിയിലുള്ള ധാരണകൾ വരികയാണ്. മെയിലുകളും മെസ്സേജുകളും അതുപോലെ തന്നെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടും മോശമാക്കിയിട്ടും എല്ലാ രീതിയിലും ചിത്രീകരിക്കാൻ മാത്രം എല്ലാ ഇൽമുകളും തികഞ്ഞവനാണ്, സ്വർഗത്തിലേക്കുള്ള സീറ്റ് ഉറപ്പിച്ചവനാണ് എന്ന ധാരണ കടന്നു വരികയാണ്. പാടില്ല. നമ്മിൽ നിഫാഖിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ സഹാബിയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ആരായിരുന്നു ഉമർ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖൽതുൽ ജന്നഹ ഫറഅയ്തു ഫീഹാ ദാരൻ ഔ കഥറൻ ഫഖുൽതു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വർഗ്ഗം കാണിക്കപ്പെട്ടു. ആ സ്വർഗ്ഗം കണ്ട നിമിഷത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനോഹരമായ ഒരു കൊട്ടാരം അതിൽ കാണുകയാണ്. ആരുടേതാണ് ഈ പാലസ് എന്ന് ചോദിക്കുമ്പോൾ ഖാലു, അവിടുത്തോട് പറഞ്ഞു, ലി ഉമർ ബിൻ ഖത്താബ്, അങ്ങയുടെ സമൂഹത്തിലെ അങ്ങയുടെ ഉമറിനുള്ളതാണ് പ്രവാചകരെ ഈ കൊട്ടാരമെന്ന് പ്രവാചകരോട് പറയുകയുണ്ടായി. അത്രത്തോളം ഉമറിന് സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട് എന്നതും ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹത്വം പറയുന്ന ഹദീസുകൾ നിരവധിയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ നഫ്സി ബിയദി മാ ലഖീക ശൈത്വാന ഖത്തു സാലികൻ ഫജ്ജൻ ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക, ഈ ഉമറെങ്ങാനും ഒരു വഴിയിലൂടെ പ്രവേശിക്കുന്നുവെങ്കിൽ പിശാച് പോലും ആ വഴിയിലൂടെ പ്രവേശിക്കുകയില്ല. അത്രമാത്രം ദീനിൽ ഈമാനുള്ള, വിശ്വാസമുള്ള, പിശാചിന് പോലും ഭയമുള്ള വ്യക്തിയായിരുന്നു ഉമർ ബിൻ ഖത്താബ്. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹുവെ കാണുകയാം. എന്നിട്ട് പറയുകയാം, പ്രവാചകന്റെ കൂടെ എല്ലാ സന്ദർഭങ്ങളിലും, സന്തോഷങ്ങളിലും സന്താപങ്ങളിലും യുദ്ധങ്ങളിലും അതുപോലെ തന്നെ പ്രവാചകന് വിജയങ്ങൾ ഉണ്ടായപ്പോഴും പ്രവാചകന് പ്രതിബന്ധങ്ങളും സങ്കീർണതകളും കഷ്ടതകളും ആദികളും വ്യാധികളും എല്ലാം കടന്നു വന്നപ്പോഴും എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ പ്രവാചകരെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ? എനിക്കൊരു ചമ്മട്ടി വെക്കാനുള്ള സ്ഥലമെങ്കിലും ഈ സ്വർഗത്തിൽ ലഭ്യമാവുമോ? മാത്രമല്ല, ഒരിക്കൽ പ്രവാചകന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായ സാഹിബു സിർ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. ആരാണ് ഹുദൈഫത്തുൽ യമാൻ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ മുനാഫിക്കുകളുടെ പേരുകളും കൃത്യമായി ഈ സഹാബിയെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന ആളുകളെല്ലാം മദീനയിലെ മുനാഫിക്കുകളാണ്, ഇന്ന ആളുകളെല്ലാം നിഫാഖിന്റെ അംശവുമായി നടക്കുന്നവരാണ് എന്ന് സാഹിബ് സിർ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ പോയി കൊണ്ട് ചോദിക്കുകയാണ്, എന്റെ പ്രവാചകൻ എന്നെ കുറിച്ചെങ്ങാനും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ആരാണ് ചോദിക്കുന്നത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന വിഖ്യാതനായ ഈമാനും വിശ്വാസവും ആദർശവും ലാ ഇലാഹ ഇല്ലല്ലയും എല്ലാം മുൻപന്തിയിലുള്ള, എല്ലാറ്റിലും മികവുറ്റു നിൽക്കുന്ന മഹാരഥനായ ഒരു സഹാബി വര്യന്റെ രോദനമാണ് എങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ വിശ്വാസങ്ങളിലേക്ക് എത്രത്തോളം സ്വർഗത്തിലേക്കുള്ള ലക്ഷ്യത്തെയും സ്വർഗത്തിലേക്കുള്ള സഞ്ചാരത്തെയും മാർഗത്തെയും വിശാലമാക്കിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഏതെല്ലാം മേഖലകളിൽ ഈ സഹാബത്ത് സ്വീകരിച്ച നന്മകളെ നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞു, ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ ഈ നന്മകൾ പഠിക്കാൻ കഴിഞ്ഞു എന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. മാത്രവുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ കാര്യങ്ങൾ സ്വർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ അസ്സ വജൽ ലയർഫു ദറജത ലിൽ അബ്ദി സ്വാലിഹ്
ഫിൽ ജന്ന, നിശ്ചയം അല്ലാഹു സ്വാലിഹായ ഒരടിമക്ക് സ്വർഗ്ഗത്തിൽ പദവി ഇങ്ങനെ ഉയർത്തിക്കൊടുക്കും. ആ സമയത്ത് ഫയഖൂൽ, ആ വ്യക്തി പറയുകയാം, യാ റബ്ബ് അന്നലി ഹാദി, എന്തേ എനിക്കിങ്ങനെ പദവി ലഭ്യമാകുന്നത്? എനിക്ക് ഒരുപാട് ദർജകൾ ഇങ്ങനെ ലഭ്യമാകുന്നുണ്ടല്ലോ, ഒരുപാട് പദവികളിലേക്ക്, മേഖലകളിലേക്ക്, നന്മകളിലേക്ക് എനിക്ക് കുതിക്കാൻ കഴിയുന്നുണ്ടല്ലോ, എന്തേ എനിക്ക്